ഹലോ ഫ്രണ്ട്സ്, നമ്മളൊക്കെ പി എസ് സിയെ കുറിച്ച് അറിഞ്ഞത് അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ളത് വളരെ നമ്മളെ സംബന്ധിച്ച് വളരെ വൈകിയാണെന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാവാറുണ്ട്. അതായത് 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒരു 2 3 വർഷത്തെ സർവീസ് കൂടി ഇപ്പൊ കിട്ടുമായിരുന്നു എന്നുള്ള തോന്നല് നമ്മിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. ജോലി കയറിയവർക്ക് പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ട്. അവർക്കാണെങ്കിൽ അവരാണല്ലോ ജോലി കയറിയ ആളുകൾക്കാണ് ഈ തോന്നല് ഉണ്ടാവുക. അപ്പോ ഇവിടെ നമ്മളെ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും എത്രയൊക്കെ പഠിക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിലും അവസാനം ഒരു ജോലിയിൽ എത്തുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ലക്ഷ്യം ഇവർക്ക് ഉണ്ടാവും. ഒരു ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു IAS ആവണം, അല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ എത്തണം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും നമ്മുടെ മക്കൾക്ക്. അതുപോലെ നമ്മൾക്കും ഉണ്ടാവും അവരിന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ പ്ലാനറ്റ് അക്കാദമി നിങ്ങൾക്ക് ഒരു കോഴ്സ് പരിചയപ്പെടുത്താം. ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് നമ്മൾ അതിനെ പേരിട്ടിരിക്കുന്നത്. മത്സര പരീക്ഷകളെ കുറിച്ച് ശരിയായ ധാരണ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സാധാരണ പ്ലസ് ടു കഴിഞ്ഞു, അല്ലെങ്കിൽ SLC കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ പല രീതിയിലുള്ള കോഴ്സുകളും തിരിഞ്ഞു കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞ അവസാനമാണ് PSCയിലേക്ക് വരിക, അല്ലെങ്കിൽ മത്സര പരീക്ഷയിലേക്ക് വരിക, അല്ലെങ്കിൽ IAS കോച്ചിങ്ങിലേക്ക് വരിക. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പലർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് IAS ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ആവുക എന്നുള്ളതൊക്കെ. അപ്പോ ഈ IAS നേടാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ പരീക്ഷകളുടെ രീതികൾ എങ്ങനെയാണ്, എങ്ങനെ ഏത് രീതിയിലാണ് ഈ പരീക്ഷയ്ക്ക് മുന്നോട്ട് പോവേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ മത്സര പരീക്ഷ, പ്രത്യേകിച്ച് PSC പരീക്ഷകളുടെ ഘടന, സ്വഭാവം, അതുപോലെ അതിന്റെ സിലബസ്, അതുപോലെ എത്ര വയസ്സ് മുതൽ എഴുതാം, അതുപോലെ എത്ര വയസ്സ് വരെ എഴുതാം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ആർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോഴ്സിലൂടെ വിവരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് സിലബസിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ജനറൽ ഭാഗങ്ങൾ അവർക്ക് ക്ലാസ്സുകളായിട്ട് കൊടുക്കുകയാണ്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലുവൻസി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുകയാണ്. ഇത് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മാക്സിമം പോവുകയാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ, ഈ ഇത്ര 13 മുതൽ 18 വരെയുള്ള കുട്ടികളാണ് ഇതിൽ ഉണ്ടാവുക. അപ്പൊ ഒരു പ്രത്യേക ബാച്ച് ആയിരിക്കും. ഇവർക്ക് ഇവരുടെ ഇപ്പോ സ്കൂളിലായാലും കോളേജിലായാലും ഒന്നും ബുദ്ധിമുട്ടാവാത്ത രൂപത്തിലാണ് നമ്മൾ ഈ പഠനം ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ഞായറാഴ്ചകളിലും മാത്രം രാവിലെ മുതൽ വൈകിട്ട് വരെ അവരെ പ്രയാസപ്പെടുത്താതെ, അവരെ ചടപ്പിക്കാതെ, അവരെ എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് ആ ഒരു ഞായറാഴ്ച ദിവസത്തെ കാണുക. ആ രീതിയിലുള്ള ഒരു പഠനമായിരിക്കും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോഴേക്ക് അവർക്ക് എന്താണ് മത്സര പരീക്ഷ എന്നുള്ളതും അതിന് എങ്ങനെയാണ് കറക്റ്റ് റൂട്ട് എങ്ങനെയാണെന്നുള്ളതും കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. നമുക്കൊക്കെ ഇങ്ങനെ ഒരു കോഴ്സ് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നോ ജോലി കയറുമായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് നമ്മുടെ മക്കള് ജോലി കയറാനും അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും വൈകരുത്. അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുക എന്നുള്ളത് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് അത്ര അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അവർക്ക് അതിനുള്ള മാർഗങ്ങൾ, കോഴ്സുകൾ അവരെ അഡ്മിഷൻ ചെയ്യിപ്പിച്ചു കൊടുക്കുക. നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ മക്കളെ ഉഷാറാവട്ടെ, അവർക്ക് ലക്ഷ്യങ്ങൾ നേടാൻ അവർക്ക് പ്രയാസമില്ലാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, മക്കളിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കും, പല നല്ല ഗുണങ്ങൾ ഉണ്ടാക്കും, ഡിസിപ്ലിൻ ഉണ്ടാക്കും, അതുപോലെ പങ്ക്ച്വൽ ഉണ്ടാക്കും, ഒക്കെ പല പല രീതിയിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഗുഡ് പേഴ്സണാലിറ്റീസ് ഒക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളവര്, അല്ലെങ്കിൽ കുട്ടികൾ മെച്ചപ്പെടണം എന്നുള്ളവര്, കുട്ടികൾ പെട്ടെന്ന് ട്രാക്കിൽ കയറണം എന്നുള്ളവരൊക്കെ ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കുട്ടികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും. അപ്പോ ഇത് ഒന്ന് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലാനറ്റ് അക്കാദമിയുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ എന്റെ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയിച്ചു തരാം. ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ മക്കൾക്ക് 2025 കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ ഒരു വർഷം നിങ്ങൾ ആ ഒരു കുട്ടികളെ ഇതിൽ ഇരുത്തിയാൽ തന്നെ ഇതിന്റെ മികച്ച റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു ഒരു സ്പെഷ്യൽ കോഴ്സാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ്. സർക്കാർ ജോലിയിലേക്കുള്ള അല്ലെങ്കിൽ IAS നേടാനുള്ള അത്തരം കോഴ്സുകളിലേക്കുള്ള ഒരു
ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ഓക്കെ, ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.